പോട്ടെ. ഓക്കെ. പാട്ടിയോടും താത്താവോടും പിന്നെ അക്ഷിതിനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നലെ രാത്രി അവരെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. എന്താ യാദൃച്ഛികമായിട്ട് ഇന്നലെ രാത്രി റോഡിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അവനെ. അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ നടന്ന് പോകുമ്പോഴാണ് ഒരു അമ്പലം കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ആ മരവും ആ സൈക്കിളും ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. അപ്പം അവിടെ നിന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് സ്കെച്ച് ബുക്കൊക്കെ എടുത്ത് വരയ്ക്കാൻ തുടങ്ങി. അമ്പലത്തിലെ കുറേ തമിഴ് പാട്ടും പിന്നെ നല്ല കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് പടം വരച്ച് തീർത്ത്. അവിടെ നിന്നിറങ്ങി ഏകദേശം ഒരു 11 കിലോമീറ്റർ നടന്നപ്പോഴാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത്. റോഡിൽ നോക്കുമ്പം ജസ്റ്റ് കുറേ തെങ്ങുകൾ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ എന്താണ് ജസ്റ്റ് ചുമ്മാ കയറി നോക്കിയാൽ അപ്പോഴാണ് ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയുണ്ടല്ലോ, അതിലൊരു ലൊക്കേഷൻ പോലെ ഇരിക്കുന്നു. അതുപോലെ തന്നെ കുറേ പൈൻമരം പോലത്തെ കുറേ ചെടികൾ, കുറേ കുന്നിറങ്ങി ചെല്ലുന്നത് ബീച്ചിലേക്കാണ്. അടിപൊളി സ്ഥലമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നല്ല രസമായി. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലമൊക്കെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം ആ സ്ഥലം തന്നെ. അപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ അടിക്കാം, എന്നിട്ട് നാളെ പോകാം എന്നുള്ളത്. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പതിയെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ട് ഇങ്ങനെ സമാധാനത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പാട്ടും കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാൾ വരുന്നത്. ഇയാൾ വന്നിട്ട് അതിൻ്റെ അടുത്ത് സംസാരിച്ചു. നല്ലപോലെയൊക്കെ അത് സംസാരിച്ച്. പിന്നെ ഇയാളെൻ്റെ കൈ കയറി പിടിച്ച് സംസാരിച്ചു. കൈ പിന്നെ ഷോൾഡറിൻ്റെ അവിടെയായി. അവിടെ നിന്ന് പിന്നെ എൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്തായി. എനിക്ക് ചെറിയ പേടിയും റോങ്ങൊക്കെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഞാൻ ടെൻറ്റിലോട്ട് പോവാം, എനിക്ക് കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്നിട്ട് ഇയാൾ എൻ്റെ അടുത്ത് എപ്പോഴാണ് ഫ്രീ ആവുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ തന്നു. ഞാൻ പോയിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പോയി. ഇയാളിനി തിരിച്ചു വരുമെന്നൊരു പേടിയിലായിരുന്നു ഞാൻ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറാൻ തീരുമാനിച്ചു. രാത്രിയായതും ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങി.